നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF അനുകൂല തരംഗമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. കാസർഗോഡ് സാമുദായിക സംഘർഷമുണ്ടാക്കുന്നത് അതിർത്തി കടന്നെത്തുന്ന ചില ശക്തികളാണെന്നും ഹൈദരലി തങ്ങൾ. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ CPM-ന് ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം നഷ്ടമാകുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം നടത്തിയ ഹൈക്കോടതി ജഡ്ജിന്റെ ഡൽഹി യാത്ര സംശയാസ്പദമാണെന്നും തിരുവഞ്ചൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചു. ജില്ലയിൽ പൂരോത്സവത്തിന് ആചാരപരമായ തുടക്കം. ആഘോഷ നിറവിൽ ക്ഷേത്രങ്ങളും ഭവനങ്ങളും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF അനുകൂല സാഹചര്യമാണുള്ളതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന UDF ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം നോക്കിയായിരിക്കും കേന്ദ്രത്തിൽ CPM-ന്റെ പിന്തുണ തേടുന്ന കാര്യം പരിഗണിക്കുക. കസ്തൂരി രംഗം റിപ്പോർട്ടിൽ UDF സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് ചിലർ നടത്തുന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാണ്. നേരായി തന്നെ വരും. ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും പാണക്കാട് തങ്ങൾ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ സാമുദായിക സൗഹാർദ്ദത്തിന് മുസ്ലിം ലീഗ് എന്നും മുന്നിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ സാമുദായിക സംഘർഷമുണ്ടാക്കുന്നത് അതിർത്തി കടന്നെത്തുന്ന ചില ശക്തികളാണെന്നും ഹൈദരലി തങ്ങൾ പറഞ്ഞു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നയം തന്നെ ആളുകൾ വെറുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുമാത്രമാണ് ഇവിടെ ചൂണ്ടിക്കാണുന്നത്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരാൻ പാടില്ല എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇന്ന് ചെറുപ്പക്കാർ പോലും യുവാക്കൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, UDF നേതാക്കൾ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ സംബന്ധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ CPM-ന് ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം നഷ്ടമാകുമെന്ന് ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ കോൺഗ്രസും CPM-ഉം ചർച്ചയിലാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. സർക്കാർ രൂപീകരണത്തിന് CPM എന്നല്ല ആരു വന്നാലും സ്വീകരിക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിയെ കർണാടക പോലീസിന് പിടിച്ചുകൊടുത്തത് കഴിഞ്ഞ LDF സർക്കാരാണ്. മദനിയെ ജയിൽ മോചിതനാക്കണമെന്ന് പറയാൻ CPM-ന് ധാർമ്മിക അവകാശമില്ല. കോൺഗ്രസും UDF-ഉം മദനിയെ മോചിപ്പിക്കാൻ ശക്തമായ സമ്മർദ്ദം ചെലുത്തിവരികയാണെന്നും മന്ത്രി പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കേണ്ടത് CBI അല്ലെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു. ആ കേസിന്റെ അകത്തെ കുറ്റപത്രം അവർ പരിശോധിച്ചാൽ മതി. ആ കുറ്റപത്രത്തിനകത്ത് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. പ്രതികളെ പിടിച്ചു, ഞങ്ങൾ കയ്യോടെ പിടിച്ച് അവരെല്ലാം റിമാൻഡ് ചെയ്തു. അവർ റിമാൻഡ് പ്രതികളായി മാറി. സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. കുറ്റപത്രം സമർപ്പിക്കാൻ 90 ദിവസം കഴിഞ്ഞാൽ റിമാൻഡ് പ്രതികൾക്ക് ജാമ്യം കൊടുക്കാം. അപ്പോൾ അവർ ജാമ്യത്തിൽ പോകാതിരിക്കണമെങ്കിൽ ആ കേസിന്റെ വിസ്താരം ആരംഭിച്ചാൽ മതിയാകും. അതുകൊണ്ട് ഞങ്ങൾ വിസ്താരം ആരംഭിച്ചു. അപ്പോ ആ കുറ്റപത്രത്തിനകത്ത് തന്നെ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് ഈ പ്രതികളെ സംബന്ധിച്ച്, കുറ്റപത്രത്തിൽ പറയുന്ന പ്രതികളെ സംബന്ധിച്ചുള്ള അന്വേഷണം പൂർത്തീകരിച്ചിരിക്കുന്നു. വൈഡർ കോൺസ്പിറസിയെ കുറിച്ച് അന്വേഷിക്കണം. ഇത് ആ കുറ്റപത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ ആ കുറ്റപത്രത്തിന്റെ വിവരങ്ങൾ വേണ്ട വിധം പരിശോധിക്കാത്തത് കൊണ്ടാകാം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം നടത്തിയ ഹൈക്കോടതി ജഡ്ജിന്റെ ഡൽഹി യാത്ര സംശയാസ്പദമാണെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു. അതിഞ്ഞാൽ തെക്കുപുറത്ത് UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. CPM-നെ നല്ല നടപ്പിന് ശിക്ഷിക്കണമെന്ന് വനം ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ CPM-നെ ശിക്ഷിക്കുമെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ വരുത്തിയിരിക്കുന്ന നിരവധി മാറ്റമുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കാഞ്ഞങ്ങാട് പ്രദേശത്തെ പാവപ്പെട്ട ആളുകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയല്ല ജീവിക്കുന്നവർ. അതിന്റെ പിന്നിൽ ആളുകളെ കൊല്ലാനും കൊല്ലിക്കാനും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്ടശക്തിക്ക് സ്വാധീനമുണ്ടായാൽ അതിന്റെ അർത്ഥം എന്താ? ഈ സമൂഹത്തിന്റെ പച്ചപ്പില്ലാതാകും. ഈ സമൂഹത്തിന്റെ നന്മകൾ ചോർന്നു പോകും. ഈ നാട്ടിലെ നന്മ തന്നെ ഇല്ലാതെ പോകും. ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് കൊലപാതകത്തിനെതിരായി നിൽക്കണം.
മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം നടത്തിയ ഹൈക്കോടതി ജഡ്ജി ഹാറുൽ അൽ റഷീദ് ഡൽഹിയിലെത്തി കോടിയേരിയെ കണ്ടത് സംശയാസ്പദമാണെന്നും മന്ത്രി ആരോപിച്ചു. യോഗത്തിൽ ബഷീർ വെള്ളിക്കോത്ത് അധ്യക്ഷനായി. 14 അബ്ദുൾ റഹ്മാൻ സ്വാഗതം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കളക്ടറേറ്റ് ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് എന്നീ വിതരണ കേന്ദ്രങ്ങളിലേക്കാണ് മാറ്റിയത്. പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ക്രമീകരിച്ച ബാലറ്റ് യൂണിറ്റുകളെയും കൺട്രോൾ യൂണിറ്റുകളെയുമാണ് മാറ്റിയത്. സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും സാന്നിധ്യത്തിലായിരുന്നു വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മണ്ഡലത്തിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊഴുപ്പ് പകരുവാൻ തെരുവു നാടകവും. യുവമോർച്ച പ്രവർത്തകരാണ് പ്രചരണ കേന്ദ്രങ്ങളിൽ ആവേശം നിറച്ച് തെരുവു നാടകം അവതരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം കാസർഗോഡ് പൊടിപൊടിക്കുകയാണ്. മുന്നണികൾ വൈവിധ്യമാർന്ന പരിപാടികളാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സംഘടിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ ഏറെ ശ്രദ്ധേയമാകുന്നത് ബിജെപി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന തെരുവു നാടകമാണ്. യുവമോർച്ച പ്രവർത്തകരാണ് നാടകത്തിന്റെ അണിയറക്കാർ. ഓരോ കേന്ദ്രങ്ങളിലും ആവേശപൂർണമായ പ്രതികരണമാണ് നാടകത്തിന് ലഭിക്കുന്നത്. തെരുവു നാടകത്തിന്റെ ആദ്യ പ്രദർശനം ഹൊസങ്കടിയിലാണ് നടന്നത്. ബിജെപി സംസ്ഥാന സെക്രട്ടറി വി രാജൻ നാടകത്തിന്റെ ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഇടത് വലത് മുന്നണികളെ ജനം വെറുത്തിരിക്കുകയാണെന്ന് വി രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ബിജെപി അധികാരത്തിൽ വരുവാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭാരതത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണമുണ്ടാകണമെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകേണ്ടത് അത്യാവശ്യമാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഉജ്ജ്വല വിജയം നേടുമെന്നും വി രാജൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന UPA ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അണിനിരക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ ഒന്നടങ്കം തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ആദർശ് മഞ്ചേശ്വരം അധ്യക്ഷനായിരുന്നു. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജൻ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിൽ, മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് വത്സരാജ്, നാഗേഷ്, ആനന്ദ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. LDF സ്ഥാനാർത്ഥി P കരുണാകരന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു. പഠിക്കാനും ജീവിക്കാനും ഒരു വോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് SFIയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ പ്രവർത്തനം ആരംഭിച്ചത്. കാസർഗോഡ് ഉൾപ്പെടെ ജില്ലയിലെ പ്രധാന ടൗണുകളിലെല്ലാം ലഘുലേഖ വിതരണം ചെയ്തു. വെള്ളിയാഴ്ച റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വോട്ട് അഭ്യർത്ഥിക്കും. പുതിയ വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിച്ച് 6-7 തീയതികളിൽ ഗൃഹസന്ദർശനം നടത്തുമെന്നും SFI നേതാക്കൾ അറിയിച്ചു. SDPI സ്ഥാനാർത്ഥി AU അബ്ദുൽ സലാമിനെ ആക്രമിച്ചതിൽ വ്യാപക പ്രതിഷേധം. SDPI മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഹൊസങ്കടി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. ഹിൽസൈഡ് റോഡിനെ ചുറ്റി ഹൊസങ്കടിയിൽ തന്നെ പ്രകടനം സമാപിച്ചു. SDPI മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ, SDPI മണ്ഡലം വൈസ് പ്രസിഡന്റ് ദാമോദരൻ, സെക്രട്ടറി ശരത് കുമാർ, പൊടിയപ്പ വർക്കാടി, ഹമീദ് ഹൊസങ്കടി, നിയാസ് മഞ്ചേശ്വരം എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജില്ലയിൽ പൂരോത്സവത്തിന് ആചാരപരമായ തുടക്കം. ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ വിവിധ പൂജകളും ആഘോഷ പരിപാടികളും നടന്നു. വടക്കൻ കേരളത്തിൽ പൂരോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പത്മശാലിയ പൊറാട്ടിന് പിലിക്കോട് തുടക്കം. പിലിക്കോട് രായരമംഗലം ഭഗവതി ക്ഷേത്രം കാർത്തിക വിളക്ക് ഉത്സവ ഭാഗമായാണ് ആചാരപ്പെരുമയിൽ പൊറാട്ടുവേഷങ്ങൾ അരങ്ങിലെത്തിയത്. മാണിക്കക്കല്ല് എന്ന സ്ഥലത്തിനു വേണ്ടി അള്ളട സ്വരൂപവും ഇളംകുറ്റി സ്വരൂപവും തമ്മിൽ ഉഗ്രമായ പോരാട്ടം നടന്നു എന്ന ചരിത്ര വസ്തുതയിൽ നിന്നാണ് പൊറാട്ടിനെ സംബന്ധിച്ചുള്ള ഐതിഹ്യങ്ങൾ രൂപം പ്രാപിക്കുന്നത്. ശാലിയ സമുദായത്തിൽപ്പെട്ടവരാണ് പൊറാട്ടുവേഷങ്ങളുമായി അരങ്ങിലെത്തുന്നത്. പിലിക്കോട് തെരുവിലെ വിവിധ വീടുകളിൽ നിന്നായി പൊറാട്ടുവേഷങ്ങൾ അണിഞ്ഞൊരുങ്ങി.
തുടർന്ന് ചെണ്ടയിൽ വലംതാളമടിച്ച് കൈവിളക്കും പിടിച്ച് ബാല്യക്കാർ അരയാൽത്തറയിലെത്തി കൊട്ടിയറിയിപ്പ് നടത്തിയതോടുകൂടിയാണ് തെരുവിൽ പൊറാട്ടുവേഷങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. അട്ടക്കണംപോതി, ചേകോന്മാർ, വാഴപ്പോതികൾ, കേളിപാത്രം തുടങ്ങിയ ആചാര പൊറാട്ട് വേഷങ്ങൾ ആദ്യമെത്തി. ആനുകാലിക വിഷയങ്ങളുമായി പുതുതലമുറയിൽപ്പെട്ടവരുടെ വേഷങ്ങൾ പിന്നാലെയെത്തി. അശ്ലീല പ്രശ്നങ്ങളില്ലാതെ കാഴ്ചക്കാരോട് മുഖത്തോട് മുഖം നോക്കിയുള്ള പൊറാട്ടുവേഷങ്ങളുടെ സംസാരം കാഴ്ചക്കാരിൽ ചിരി പടർത്തി. തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു സ്റ്റൂളും ഒരു കഥാപുസ്തകവും ഒരു ചീർപ്പും സൗജന്യമായി നൽകുന്നതായിരിക്കും. 5 മാവലി സ്റ്റോറിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ക്യൂ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു നുണ ക്യാമ്പ് സംഘടിപ്പിക്കാൻ സ്ഥാനാർത്ഥി വിജയിപ്പിക്കണം. കടപ്പുറം മുന്നണി വിജയിപ്പിക്കണം. കൃത്യമായി കെടുത്തിട്ട് 100ാമത്തെ പണി എനിക്ക് തരുന്നില്ല. 100 പണിയായിട്ട് എനിക്ക് ബോണസാണ്. എല്ലാം പറഞ്ഞു എനിക്ക് തരാനും കുറെ പൈസ ഉണ്ടായി. അത് തരാത്തോണ്ട് മാത്രം ഞങ്ങളോട് എല്ലാം പറഞ്ഞു. പല തവണ ഈ എമൗണ്ട് ലോഡ്ജിൽ വെച്ചിട്ട് സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെ പൊറാട്ട് വേഷങ്ങൾ കുന്തമുനയിൽ നിർത്തി ചോദ്യം ചെയ്തു. പൂരക്കാലത്തെ സവിശേഷമായ ഈ ആചാരം കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. രായരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ 8 നടക്കുന്ന എഴുന്നള്ളത്തിനൊപ്പം മതിൽക്കെട്ടിനകത്തും പൊറാട്ട് വേഷങ്ങളെത്തും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ സേവന രംഗത്ത് നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് കാഞ്ഞങ്ങാട്ട് യാത്രയയപ്പ് നൽകി. സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു യാത്രയയപ്പ് യോഗം സംഘടിപ്പിച്ചത്. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ കമ്മീഷണർ വിജയലക്ഷ്മി, ജില്ലാ ട്രഷറർ KV ശശിധരൻ എന്നിവർക്ക് സമുചിതമായ യാത്രയയപ്പ് നൽകി. ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ ഉപഹാരം നൽകി. എനിക്ക് പറയുവാനുള്ളത്, ഇതില് 2 പേരും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചവരാണ്. വൺസ് എ സ്കൗട്ട് എവർ എ സ്കൗട്ട് എന്നാണ് പറയുന്നത്. ഒരു തവണ സ്കൗട്ടായാൽ ജീവിതകാലം മുഴുവനും സ്കൗട്ടാണ്. എപ്പോഴും സ്കൗട്ടിൻ്റെ ആശയങ്ങൾ, അതുപോലെ തന്നെ സ്കൗട്ടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളത് ഉൾക്കൊണ്ട് അതോടുകൂടി സഹകരിച്ച് നമുക്ക് നടക്കാൻ സാധിക്കും. GK ഗിരീഷ്, C ഉഷ, EV ബാലകൃഷ്ണൻ, V നാരായണൻ, VK ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. K രാമപ്പ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PK ഹരിദാസ് സ്വാഗതവും TE സുധാമണി നന്ദിയും പറഞ്ഞു. നാട്ടുചരിത്രം തേടി കല്യോട്ട് പ്രാദേശിക ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു. കല്യോട്ട് ഭഗവതി ക്ഷേത്ര കഴകം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. നാട്ടുചരിത്രവും പുരാവൃത്തവും തേടി കല്യോട്ട് ഭഗവതി ക്ഷേത്ര കഴകത്തിൽ സംഘടിപ്പിച്ച പ്രാദേശിക ചരിത്ര സെമിനാർ ശ്രദ്ധേയമായി. കർഷക കാരണവർമാരും ചരിത്രകാരന്മാരും ഒത്തുകൂടിയ സംഗമത്തിൽ പ്രാദേശിക ചരിത്ര രചനയ്ക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. കല്യോട്ട് ഭഗവതി ക്ഷേത്ര കഴകത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് പ്രാദേശിക ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചത്. ഇരവിൽ IK കൃഷ്ണദാസ് തന്ത്രി ഉദ്ഘാടനം ചെയ്തു. കല്യോട്ട് ഭഗവതി ക്ഷേത്രം വളരെ പൗരാണികമായിട്ടുള്ള ഒരു കഴകമാണ്. അതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ച് പല ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ചരിത്രങ്ങൾ മുഴുവനായി ഇതിൽ ഈ സോവനിയറിൽ ഉൾക്കൊള്ളണം എന്നാണ് ഇതിന്റെ സംഘാടകർ. MK കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ C ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ AM ശ്രീധരൻ, ചന്ദ്രൻ മുട്ടത്ത്, പ്രഭ അജാനൂർ എന്നിവർ സംസാരിച്ചു. രാജേന്ദ്രൻ പുല്ലൂർ സ്വാഗതവും A ചന്ദ്രദാസ് നന്ദിയും പറഞ്ഞു. ലയം കലാക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഗീത നൃത്ത കലാശില്പം സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 6 കാഞ്ഞങ്ങാട്ട് നടക്കുന്ന പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 6 വൈകുന്നേരം 6 മണിക്ക് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് വന്ദേമാതരം എന്ന പേരിൽ സംഗീത നൃത്തശില്പം അരങ്ങേറുന്നത്. ചടങ്ങിൽ സംഗീത നാടക അക്കാദമി ചെയർമാൻ സൂര്യകൃഷ്ണമൂർത്തി മുഖ്യാതിഥിയായിരിക്കും. നിരവധി പ്രമുഖർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പഴയതും പുതിയതുമായിട്ടുള്ള കവിതാ ശകലങ്ങൾക്ക് പുതിയ സംഗീത പരിവേഷം നൽകി അവയും നൃത്തരൂപങ്ങളും ഒരു കുടക്കയിൽ ദൃശ്യവൽക്കരിക്കുക എന്നൊരു പുതിയ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ദേമാതരം എന്ന ഒരു നൃത്ത സംഗീത സംരംഭത്തിന് രൂപം നൽകിയിരിക്കുകയാണ്. ഏപ്രിൽ 6 വൈകുന്നേരം 7 മണിക്ക് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്ദേമാതരം പ്രദർശിപ്പിക്കുകയാണ്. അതിനു മുന്നോടിയായി
സാംസ്കാരിക സമ്മേളനത്തിൽ ലോകപ്രശസ്ത കലാകാരൻ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് MLA ശ്രീ E. ചന്ദ്രശേഖരൻ അവർകൾ, നമ്മുടെ വൈസ് ചാൻസലർ ശ്രീ ഖാദർ മാങ്ങാട് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ വന്ദേമാതരം പ്രദർശിപ്പിക്കുകയാണ്. ഡോക്ടർ R.C. കരിപ്പത്ത്, രാജൻ കരിവള്ളൂർ, മോഹൻദാസ് വെള്ളിക്കോത്ത്, തമ്പാൻ, P. വിജയൻ, കുട്ടമത്ത് ജനാർദ്ദനൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. രാത്രി 10 മണിക്ക് ശേഷം കുഴൽക്കിണർ നിർമ്മിക്കുന്ന ലോറികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് DYSP അറിയിച്ചു. ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്നതിനെ തുടർന്നാണ് നിരോധനം. സംസ്ഥാന കബഡി അസോസിയേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ കബഡി ടൂർണമെന്റിന് വെള്ളിയാഴ്ച മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ തുടക്കം കുറിക്കും. സ്വത്ത് തർക്കത്തെ തുടർന്ന് വെട്ടേറ്റ് മരിച്ച ബന്തെടുക്ക മരിപ്പടുപ്പയിലെ പ്രഭാകരന്റെ മൃതദേഹം സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസമാണ് പ്രഭാകരനെ അമ്മാവൻ രവീന്ദ്രൻ കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ രവീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊവ്വൽപ്പള്ളിയിലെ അരയാൽ സംരക്ഷിക്കുന്നതിനായി ഭക്തജന സംഗമം നടന്നു. അരയാൽ സംരക്ഷിക്കുന്നതിനായി രംഗത്തിറങ്ങുവാൻ തീരുമാനം. മഞ്ഞോട്ട് ദേവാലയവുമായി അഭേദ്യമായി ബന്ധമുള്ള അരയാൽ വൃക്ഷം സംരക്ഷിക്കണമെന്ന ആവശ്യമുയർത്തി കൊവ്വൽപ്പള്ളിയിൽ ഭക്തജന സംഗമം ചേർന്നു. ഭക്തജനങ്ങളുടെ വികാരം മാനിക്കാതെയാണ് ഉദ്യോഗസ്ഥർ അരയാൽ വൃക്ഷം മുറിക്കാനെത്തിയതെന്ന് യോഗം ആരോപിച്ചു. നാട്ടിൽ സംഘർഷാവസ്ഥ ഒഴിവാക്കാനും അരയാൽ വൃക്ഷം സംരക്ഷിക്കാനും യോഗത്തിൽ തീരുമാനമായി. അരയാൽ സംരക്ഷണത്തിന്റെ ആവശ്യമുയർത്തി ജില്ലാ കലക്ടറെ കാണാനും യോഗത്തിൽ തീരുമാനമായി. അരയാൽ വൃക്ഷം നശിപ്പിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് യോഗത്തിൽ ഉയർന്നു വന്നത്. ഭാരത് സ്വാഭിമാൻ സംസ്ഥാന ഓർഗനൈസർ SP ഷാജി ഉദ്ഘാടനം ചെയ്തു. ഈ ക്ഷേത്രവും ഈ അരയാലുമായിട്ട് ബന്ധമുണ്ടായെന്നിരിക്കാം. ഒരരയാൽ വൃക്ഷം എന്ന് പറയുന്നത് സനാതന ധർമ്മത്തിൽ വേദങ്ങളിൽ അതിനെ പറയുന്നത് സകല ദൈവത്തിന്റെയും അംശങ്ങൾ അടങ്ങിയതാണ് അരയാൽ. സാധാരണ ഈ ക്ഷേത്ര തിരുമുറ്റത്ത് അരയാൽ വൃക്ഷം വളർന്ന് പന്തലിക്കുമ്പോൾ അരയാൽ ക്ഷേത്ര പ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷമാണ് ക്ഷേത്രത്തിന്റെ അകത്ത് പോയി പ്രദക്ഷിണം ചെയ്യുക. അത്രയും മുൻഗണനയാണ്. അതിൽ പറയുന്നത് മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണു രൂപിനെ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ ദേ നമ എന്നാണ്. ഇതാണ് അരയാലിന്റെ ഒരു മന്ത്രം. ആ മന്ത്രത്തിൽ പറയുന്നത് മൂലതോ ബ്രഹ്മരൂപ, ബ്രഹ്മാവ് അതിന്റെ മൂലത്തിൽ കുടികൊള്ളുന്നു. മധ്യതോ വിഷ്ണു രൂപിനെ, അതിന്റെ മധ്യത്തിൽ വിഷ്ണു കുടികൊള്ളുന്നു. അഗ്രതോ ശിവരൂപായ, അതിന്റെ അറ്റത്ത് ശിവൻ അധിവസിക്കുന്നു. രാജൻ അജാനൂർ കടപ്പുറം, കുമാരൻ, KV നാരായണൻ, DV ഷാജി, KV ബാലകൃഷ്ണൻ, മോഹനൻ, AV സുകുമാരൻ, തങ്കമണി, മോഹൻദാസ്, രഞ്ജിത്ത്, മാണി, കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. K. ബിജു സ്വാഗതവും അശോകൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ UDF അനുകൂല തരംഗമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. കാസർഗോട്ട് സാമുദായിക സംഘർഷമുണ്ടാക്കുന്നത് അതിർത്തി കടന്നെത്തുന്ന ചില ശക്തികളാണെന്നും ഹൈദരലി തങ്ങൾ. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ CPM-ന് ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം നഷ്ടമാകുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം നടത്തിയ ഹൈക്കോടതി ജഡ്ജിന്റെ ഡൽഹി യാത്ര സംശയാസ്പദമാണെന്നും തിരുവഞ്ചൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചു. ജില്ലയിൽ പൂരോത്സവത്തിന് ആചാരപരമായ തുടക്കം. ആഘോഷ നിറവിൽ ക്ഷേത്രങ്ങളും ഭവനങ്ങളും. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.